ഹലോ, ഇന്ന് സോയാബീൻ ഫ്രൈഡ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയ ചൂടുവെള്ളത്തിൽ കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയോ കുരുമുളക് പൊടിയോ ഇട്ടിട്ടില്ല. ഇത് രണ്ടും ഇല്ലായിരുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് മസാല പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. പാത്തുകുട്ടിക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാനിത് റെഡിയാക്കിയത്. അപ്പോഴത്തേക്കും ഇന്ന് സ്കൂളിൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടൊന്ന് ചോറ് കൊണ്ടുപോയിട്ടുമില്ല. അപ്പോൾ ഇതേ മസാലയൊക്കെ പുരട്ടി ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചിന് കൊടുത്തു വിടാനും പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.